പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻഡോർ പോട്ടാണ്. കള്ളിമുൾ ചെടിയുടെ ഷേപ്പിലുള്ള ഒരു അടിപൊളി ഇൻഡോർ പോട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തേക്കുന്നത് പഴയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഏത് സൈസിനുള്ളത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര പൊക്കം ആവശ്യമുണ്ടോ ആ ഒരു പൊക്കത്തിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ പഴയ കോട്ടൺ തുണിയുമാണ്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നല്ലവണ്ണം ഒരുപാട് ലൂസാവാതെ മിക്സ് ചെയ്തിട്ട് ആ കോട്ടൺ തുണി അതിൽ നല്ലവണ്ണം മുക്കിയിട്ട് കുപ്പിയുടെ ചുറ്റാതെ നല്ലവണ്ണം ഒട്ടിച്ചെടുക്കാം. തുണി നല്ലവണ്ണം ചുറ്റി കെട്ടിയിട്ട് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ബാക്കി വരുന്ന വൈറ്റ് സിമെൻ്റ് എല്ലാം കൂടെ ആ തുണി മറഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് വാരി നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ഒരു 6 മണിക്കൂർ ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടത് നമ്മൾ കള്ളിമുൾ ചെടിയുടെ അടുത്ത ശിഖരങ്ങളാണ്, ചെറിയ പീസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വൈറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചെറിയ ശിഖരങ്ങൾ സൈസിനനുസരിച്ച് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഷേപ്പിൽ 2 പീസുകൾ നമുക്ക് 2 or 3 നിങ്ങൾക്ക് ആവശ്യമുള്ള പീസുകൾ നമുക്ക് ഇതേ കണക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ കമ്പി കട്ട് ചെയ്തെടുക്കുക. അതിനകത്തൂടെ അത് കയറ്റി നല്ലവണ്ണം ആ ഷേപ്പ് കൈകൊണ്ട് ഉണങ്ങുന്നതിനനുസരിച്ച് നല്ലവണ്ണം ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് എല്ലാം ഏകദേശം ഒരു 10-15 മണിക്കൂറെങ്കിലും ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കണം. അപ്പോൾ ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയ മോൾഡ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് വൈറ്റ് സിമെൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഒരുപാട് ലൂസാവണ്ട, നമുക്ക് കരണ്ടി കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് പുട്ടിയ പ്ലൈഡോ മറ്റെന്തെങ്കിലും കൊണ്ട് കോരി ഒട്ടിക്കാൻ പറ്റുന്നൊരു അളവിന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ മോൾഡിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിക്കുക ഒരുപാട് കനമൊന്നും വേണ്ട, നൈസ് കനം മതിയാകും. ആ തുണിയൊന്ന് മറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തേച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അടിസൈഡ് നല്ലവണ്ണം തേച്ചെടുത്തിട്ട് അതൊന്ന് സെറ്റായിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഇട്ടയ്യുക. നമുക്ക് ചെടിച്ചട്ടിയുടെ അടിസൈഡിലുള്ള ഹോളിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ തലേദിവസം ഉണ്ടാക്കി വെച്ച ആ പീസുകൾ എടുത്തൊട്ടിക്കാം. അപ്പോൾ അതിനുവേണ്ടി ശകലം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ആ കമ്പി വരുന്ന ആ മൂട് ഭാഗത്ത് വരുന്ന ആ പീസ് കമ്പി അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ആ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് തന്നെ നല്ല കട്ടിക്ക് അവിടെ ഒന്ന് തടുപ്പായിട്ട് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കണക്ക് തന്നെ അപ്പുറത്ത് സൈഡിലും വരുന്ന ഒരു പീസും കൂടെ ഒട്ടിച്ചെടുക്കേണ്ടത്. ഒറ്റ സ്റ്റെപ്പിൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വൈറ്റ് സിമെൻറ്റ് അതിൻ്റെ മൂട് ഭാഗത്ത് നല്ലവണ്ണം തേച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഇളകിപ്പോയിരിക്കും വേണ്ടി അതിൻ്റെ അടി സൈഡിൽ സപ്പോർട്ടിന് വേണ്ടി ചെറിയൊരു പേപ്പറിൻ്റെ പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഒന്ന് ഉണങ്ങാനും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്ത് സൈഡിലുള്ള എല്ലാ വലിയ തടുപ്പുകളും നമുക്ക് ഒന്ന് ചുരണ്ടി ഫിനിഷ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് മാർക്കർ വലിയ പേന ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ പുറത്തൂടെ ചെറുതായിട്ട് കറക്റ്റ് ലെവലിന് വേണ്ട ചെറിയ വളവായിട്ട് വരകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ടിൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ആ വരകളനുസരിച്ച് നല്ലവണ്ണം കുഴിച്ച് അവിടെ നല്ലവണ്ണം കുഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചുറ്റാത്ത എല്ലാ സൈഡിലും നിങ്ങൾക്ക് വേണ്ട വീതിക്ക് ആ ഗ്രൂവ് ഒന്ന് നല്ലവണ്ണം വരച്ച് കുഴിച്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വാൽപുട്ടിയാണ്. വാൽപുട്ടിയും വെള്ളവും കൂടെ ഒരു മീഡിയം പരുവത്തിന് ലൂസാക്കിയിട്ട് നമ്മൾ ആ ഗ്രൂവ് കൊടുത്തേക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ക് ഫില്ലറാണ്, ഇങ്ക് ഫില്ലർ ട്യൂബ്. അപ്പോൾ ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് നിറച്ചിട്ട് നമുക്ക് കള്ളിമുൾ ചെടിയുടെ പുറത്ത് വരുന്ന ആ കുത്തുകളൊക്കെ ഇട്ട് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് അടുപ്പിച്ച് ചെറിയതായിട്ട് അതൊന്ന് കുത്തുകൾ ഇട്ട് കൊടുക്കാം. അതേ കണക്ക് നമ്മൾ ആ
ഗ്രൂ അറുത്തയ്ക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി ചെറുതായിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെറുതായിട്ട് പിതുക്കി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എല്ലാ സൈഡിലും ഇതേ കണക്ക് തന്നെ നമ്മൾ ആ സെൻറ്റർ ഭാഗം നോക്കി കറക്റ്റ് ആ കുത്തുകൾ ഇട്ട് കൊടുക്കുക. അത് ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് 220 പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കളറാണ്. കളറിന് വേണ്ടി ആക്രിലിക്കിൻ്റെ ബ്ലൂവും ആക്രിലിക്കിൻ്റെ ഗ്രീൻ കളറുമാണ് എടുത്തേക്കുന്നത്. രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.